വെൽക്കം ടു ബാങ്ക് മാസ്റ്റർ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ബാങ്കിങ് അവയർനെസ് ആണ്. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് മോണിറ്ററി പോളിസി. ഓക്കെ, അപ്പോൾ മോണിറ്ററി പോളിസി എന്ന് വെച്ചാൽ എന്താണ്, അതിനെപ്പറ്റി നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം? അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് മോണിറ്ററി പോളിസി RBIയുടെ ആണ്. ഈ മോണിറ്ററി പോളിസി RBI എപ്പോഴാണ് മോണിറ്ററി പോളിസി അഡ്ജസ്റ്റ് ചെയ്യുക, അപ്പോൾ പോളിസി റേറ്റ്സ് RBI എപ്പോഴാണ് അഡ്ജസ്റ്റ് ചെയ്യുക, ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽഡായിട്ട് അറിയേണ്ട ഒരു കാര്യമാണ് അല്ലേ. അപ്പോൾ മോണിറ്ററി പോളിസിനെ കുറിച്ച് പറയുമ്പോൾ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പണപ്പെരുപ്പം. അപ്പോൾ ഇൻഫ്ലേഷൻ ബേസ് ചെയ്തിട്ടാണ് RBI മോണിറ്ററി പോളിസിയുടെ പോളിസി റേറ്റ്സൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു സാധനങ്ങളുടെ വിലയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സർവീസസ് നമ്മൾ ആർക്കെങ്കിലും ചെയ്ത് കൊടുക്കുന്ന സർവീസസ് വാട്ടെവർ, അതിനൊരു സ്ഥിരമായിട്ട് വരുന്ന ഒരു വർധനവിനെയാണ് നമ്മൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വില കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കറൻസിയുടെ മൂല്യം കുറയും അല്ലേ. അപ്പോൾ ഇത് നമ്മുടെ എക്കണോമിയെ വളരെ നന്നായിട്ട് ബാധിക്കുന്നൊരു ഘടകമാണ്. അതുകൊണ്ട് എപ്പോഴും പ്രൈസിൻ്റെ വില കൂടാനോ ഇല്ലെങ്കിൽ ഒത്തിരി കുറയാനോ പാടില്ല. അതൊരു ആവറേജായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ ഇതൊരു ആവറേജായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് RBI സെറ്റ് ഓഫ് ടൂൾസ് യൂസ് ചെയ്യും. ആ ടൂൾസ് ഏതൊക്കെയാണ്, അത് എന്തൊക്കെയാണ്, അത് ഇതിനു വേണ്ടിയായിട്ട് യൂസ് ചെയ്യുന്നത്, ഇതൊക്കെയാണ് നമ്മളിതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് നമ്മുടെ എക്കണോമിയെ ബാധിക്കുമെന്ന്. അപ്പോൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി RBI പ്രൊപ്പോസ് ചെയ്തതാണ് എന്ത്? മോണിറ്ററി പോളിസി. അപ്പോൾ ഈ മോണിറ്ററി പോളിസിയെ കുറിച്ച് പറയുമ്പോൾ ഈ മോണിറ്ററി പോളിസി ആരാണ് ഈ പോളിസി റേറ്റ്സ് ഒക്കെ ഡിസൈഡ് ചെയ്യുന്നത്, അതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതൊക്കെ എന്താണെന്ന് നോക്കാം. ഓക്കെ, ഞാൻ ഓൾറെഡി പറഞ്ഞു മോണിറ്ററി പോളിസി എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ എക്കണോമിയിലുണ്ടാകുന്ന മണി സപ്ലൈ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് RBI ഇറക്കുന്ന ഒരു പോളിസിയാണ് മോണിറ്ററി പോളിസി. ഇതിൻ്റെ പർപ്പസ് എന്താണ്? ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ പ്രൈസ് സ്റ്റെബിലിറ്റിക്ക് വേണ്ടി. പണം കൂടാനും പാടില്ല, കുറയാനും പാടില്ല, ഒരു ആവറേജായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവുകയുള്ളൂ. ദെൻ ക്യാഷ് ഫ്ലോ മാനേജ്മെൻറ്റ്. ഓക്കെ, ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ് ഇതിലുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഇസ് മോണിറ്ററി പോളിസി കമ്മിറ്റി. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു പോളിസി റേറ്റ്സ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ആരാണ്? മോണിറ്ററി പോളിസി കമ്മിറ്റി. അപ്പോൾ ഈ കമ്മിറ്റി ആദ്യമായിട്ട് ഫോം ചെയ്തത് ഉർജിത് പട്ടേൽ RBIയുടെ മുൻ ഗവർണറായിരുന്നു. അദ്ദേഹമാണ് മോണിറ്ററി പോളിസി കമ്മിറ്റി രൂപീകരിച്ചത്. അപ്പോൾ ഇതൊരു 6 മെമ്പർ കമ്മിറ്റിയാണ്. ഇവരാണ് പോളിസി റേറ്റ്സ് ഒക്കെ ഡിസൈഡ് ചെയ്യുന്നത്. ആ കമ്മിറ്റിയുടെ ഹെഡ് ആരായിരിക്കും? RBI ഗവർണർ. അപ്പോൾ ഈ 6 പേരിൽ 3 പേര് RBI ഒഫീഷ്യൽസും 3 പേര് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നോമിനേറ്റ് ചെയ്യുന്ന ഒഫീഷ്യൽസും ആയിരിക്കും. അപ്പോൾ ഇവരുടെ പീരീഡ് 4 years ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ കമ്മിറ്റിയുടെ ഹെഡ് RBI ഗവർണർ നമ്മൾ പറഞ്ഞു. അപ്പോൾ കറണ്ട് RBI ഗവർണർ ആരാ? ഡോക്ടർ ശക്തികാന്ത ദാസ്. അപ്പോൾ നെക്സ്റ്റ് ഈസ് മോണിറ്ററി പോളിസി ടൂൾസ്. അപ്പോൾ ഈ ടൂൾസ് യൂസ് ചെയ്താണ് RBI മോണിറ്ററി പോളിസി അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അതിന് 2 types ഓഫ് ടൂൾസ് ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ടൂൾസ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ടൂൾസ്. അപ്പോൾ അതിനുള്ളിൽ എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ. നെക്സ്റ്റ് ഈസ് റെപ്പോ റേറ്റ്. നെക്സ്റ്റ് ഈസ് റിവേഴ്സ് റെപ്പോ റേറ്റ്, മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി, ക്യാഷ് റിസർവ് റേഷ്യോ, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ, ബാങ്ക് റേറ്റ്. ക്വാളിറ്റേറ്റീവിൽ ഡയറക്റ്റ് ആക്ഷൻ, മാർജിൻ റിക്വയർമെൻറ്റ്സ് ആൻഡ് മോഡൽ സ്പേഷ്യൻ. അപ്പോൾ ഇത് ഓരോന്നായിട്ട് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ. അപ്പോൾ OMO, ഈ OMO അതിൻ്റെ അബ്രിവേഷൻ പഠിച്ചു വെക്കണം. കാരണം ബാങ്കിങ് അവയർനെസ്സിന് ഒരു 3-4 അബ്രിവേഷൻസ് ചോദിക്കും. അതിൽ സംടൈംസ് അവർ OMO എന്താണെന്ന് ചോദിക്കും, അല്ലെങ്കിൽ ഓപ്പൺ ഡാഷ് ഓപ്പറേഷൻ. അപ്പോൾ ഇവിടെ എന്താണ് വരുന്നത്? മാർക്കറ്റാണോ, മോണിറ്ററി മാനേജ്മെൻറ്റ്, അങ്ങനെ ഓപ്ഷൻസ് തരും. ഇതിനകത്തുനിന്ന് നമുക്ക് പിക്ക് ചെയ്യണം ഏതാണെന്ന്, കറക്റ്റ് ഓപ്ഷൻ ഏതാണെന്ന് പിക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അപ്പോൾ ഇത് RBI, നമുക്കറിയാം RBI ആണ് ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. RBI നമ്മുടെ എക്കണോമി മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ എപ്പോഴെങ്കിലും ഒരു
പ്രൈസ് ഫ്ലക്ച്വേഷൻ വരുന്ന സമയത്ത് RBI എന്ത് ചെയ്യും? ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ബിൽസ് അല്ലെങ്കിൽ ബോണ്ട്സ് അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് ഇത് ഒന്നുകിൽ അത് വിൽക്കും അല്ലെങ്കിൽ വാങ്ങും. അങ്ങനെ നമുക്ക് ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ ഡിഫ്ലേഷൻ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇതെങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ RBI വാങ്ങിക്കുവാണ് സെക്യൂരിറ്റീസ് എന്ന് വയ്ക്കും. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കുമ്പോൾ നമ്മൾ കാശ് കൊടുത്തിട്ട് മേടിക്കും. അപ്പോൾ എന്ത് കിട്ടും? അവർക്ക് കാശ് കിട്ടും, നമ്മൾ ആ സാധനം മേടിച്ച് നമ്മുടെ കയ്യിൽ വെച്ചേക്കും. ദാറ്റ് മീൻസ് അവിടെ ക്യാഷ് കൂടും. അപ്പോൾ RBI സെക്യൂരിറ്റീസ് മേടിച്ചിട്ട് സിസ്റ്റത്തിൽ കുറച്ച് ക്യാഷ് ഇട്ട് കൊടുക്കും. സെയിം ടൈംസ് RBI വിൽക്കുവാണെങ്കിലോ ക്യാഷുള്ള ആൾക്കാർ വന്നിട്ട് ഈ സെക്യൂരിറ്റീസ് വാങ്ങിക്കും. അപ്പോൾ RBI അവിടെ ഉള്ള ക്യാഷ് RBI അബ്സോർബ് ചെയ്തിങ്ങെടുക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സ് വർക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇസ് റെപ്പോ റേറ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് റെപ്പോ റേറ്റ്. അപ്പോൾ റെപ്പോ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനൊരു ബാങ്ക്, എനിക്ക് കുറച്ച് കാശ് ആവശ്യം വരുന്നു. എനിക്കൊരു 3 മാസത്തേക്ക് കുറച്ച് കാശ് ആവശ്യം വരുന്നു. പക്ഷേ എൻ്റെ കയ്യിൽ കാശില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഹയർ അതോറിറ്റി ആരുടെ അടുത്തേക്ക് പോയി ചോദിക്കും കാശുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വീട്ടിൽ നമ്മൾ ഇപ്പോൾ കുഞ്ഞുങ്ങളായിട്ടൊക്കെ ഇരിക്കുന്നത് വെച്ചാൽ സ്കൂളിലൊക്കെ പഠിക്കുന്ന ഒരു കുട്ടിയുണ്ട്. അപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഒരു ആവശ്യം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് പോയി അമ്മയോട് പറയും, നമ്മുടെ അച്ഛനോട് ചോദിക്കാൻ പറയും. ഓക്കെ, പോയി ചോദിക്കാൻ പറയുമ്പോൾ അച്ഛൻ നമ്മളോട് ചോദിക്കും എന്തിനാണ് ഏതാണ് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ടാണ് നമുക്ക് കാശ് തരുന്നത്. അതുപോലെ തന്നെ ഇപ്പം നമുക്ക് ഞാനൊരു ബാങ്ക്, എൻ്റെ ഹയർ അതോറിറ്റി ആയിട്ടുള്ളത് ആരാ? എനിക്കിപ്പോൾ ഒരു പ്രോബ്ലം വന്നാൽ ഞാൻ പോയി അപ്രോച്ച് ചെയ്യുന്നത് RBI ആയിരിക്കും. ഞാനൊരു ബാങ്ക് RBI അപ്രോച്ച് ചെയ്യും. അപ്പോൾ ബാങ്ക് സ്ട്രെയിറ്റ് ആയിട്ട് RBI അടുത്ത് പോയി പറയും, എനിക്ക് ഒരു ഷോർട്ട് ടേം ഫണ്ട് വേണം എന്ന് പറയും. അപ്പം പക്ഷേ ഞാൻ പകരം നിങ്ങൾക്ക് കൊളാട്രൽ തരാം. അപ്പോൾ എനിക്കൊരു 100 കോടി രൂപ വേണം. ആ 100 കോടി രൂപയ്ക്ക് ഈക്വലായിട്ടുള്ള കൊളാട്രൽ ഞാൻ സബ്മിറ്റ് ചെയ്യാമെന്ന് പറയും. അപ്പോൾ ഈ കൊളാട്രൽ മേടിച്ച് വെച്ചിട്ട് RBI എന്ത് ചെയ്യും? ബാങ്കിന് ഒരു ലോൺ കൊടുക്കും. ലോൺ കൊടുക്കുമ്പോൾ ചുമ്മാ ആരെങ്കിലും ലോൺ കൊടുക്കുമോ? ഇല്ല. അപ്പോൾ എന്താ ചെയ്യും? അതിനൊരു ഇൻട്രസ്റ്റ് വെച്ചിട്ട് ലോൺ കൊടുക്കും. ലോൺ കൊടുക്കുന്ന ആ ഇൻട്രസ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റെപ്പോ റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ മോണിറ്ററി പോളിസി ഇവർ 2 months once ആണ് റിവൈസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ബൈ മന്ത്ലി പോളിസി എന്നാണ് പറയുന്നത്. ബൈ മന്ത്ലി പോളിസി. ഇത് ഞാൻ ആദ്യത്തെ സ്ലൈഡിൽ പറയേണ്ടതായിരുന്നു, മറന്നുപോയി. അപ്പോൾ ബൈ മന്ത്ലി പോളിസി എന്ന് പറയും. അപ്പോൾ 2 months once ഇതിൻ്റെ വാല്യൂസ് മാറിക്കൊണ്ടേയിരിക്കും. ചിലപ്പോൾ കോൺസ്റ്റൻ്റ് ആയിട്ടിരിക്കും. പക്ഷേ ഈ വാല്യൂസ്, ഇന്നത്തെ വാല്യൂ എന്താണെന്ന് നമുക്ക് പഠിച്ചു വെച്ചേക്കണം. കാരണം ഇന്നത്തെ വാല്യൂ ആയിരിക്കത്തില്ല ഒരു 4 മാസം കഴിഞ്ഞു. അതുകൊണ്ട് ഇതിൻ്റെ ഇപ്പോൾ കറണ്ട് റെപ്പോ റേറ്റ് എത്രയാണെന്ന് ഞാൻ പറയുന്നില്ല. കാര്യം ഞാനിപ്പോൾ ഈ വാല്യൂ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1 week അല്ലെങ്കിൽ ഒരു 2 week അല്ലെങ്കിൽ ആഫ്റ്റർ 2 months ഈ വാല്യൂ ആയിരിക്കത്തില്ല. നെക്സ്റ്റ് ഇസ് റിവേഴ്സ് റെപ്പോ റേറ്റ്. റിവേഴ്സ് റെപ്പോ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഇതൊരു ബാങ്ക് അല്ലെങ്കിൽ ഞാനൊരു ബാങ്കിൻ്റെ കയ്യിൽ നിറയെ കാശാണ്. ഓക്കെ, എനിക്ക് കാശ് എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോൾ നമ്മുടെ വീട്ടിൽ കാശ് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ വയ്ക്കാൻ പേടിയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ബാങ്കിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യും. അതുപോലെ ഇപ്പോൾ ബാങ്ക് ഫുള്ള് ക്യാഷ്, ബാങ്കിൽ നിറയെ പ്രോഫിറ്റ് ആയിരുന്നു ബാങ്കിന്. അപ്പം എക്സസ് ഫണ്ട് ഈ ബാങ്ക് ജനറേറ്റ് ചെയ്തു. ആ സമയത്ത് ബാങ്ക് എന്ത് ചെയ്യും? RBIയോട് പറയും, എൻ്റെ കയ്യിൽ മണി ഓവർഫ്ലോയിങ്ങാണ്, ഞാൻ എൻ്റെ ക്യാഷ് കൊണ്ടുവന്ന് ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്തോട്ടേന്ന് ചോദിക്കും. അപ്പോൾ ഡെപ്പോസിറ്റ് ചെയ്തോട്ടേന്ന് ചോദിക്കുമ്പോൾ RBI എന്ത് പറയും? ഡെപ്പോസിറ്റ് ചെയ്തോ, ഇവിടെ നീ ഡെപ്പോസിറ്റ് ചെയ്തോ, പക്ഷേ ഈ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ക്യാഷിന് ഞാൻ നിനക്കൊരു ഇൻട്രസ്റ്റ് തരും. അപ്പോൾ ഇവിടെ ഞാൻ 100 കോടി ഞാൻ കൊണ്ടുവന്ന് സൂക്ഷിക്കും. ഈ 100 കോടിക്ക് ഞാൻ ഇൻട്രസ്റ്റ് നിനക്ക് തരാം. RBI ബാങ്കിന് ഒരു റേറ്റ് ഫിക്സ് ചെയ്ത് ഈ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരു റേറ്റ് ഫിക്സ് ചെയ്യും. അതിനെയാണ് റിവേഴ്സ് റെപ്പോ റേറ്റ് എന്ന് പറയുന്നത്. ഈ റിവേഴ്സ് റെപ്പോ റേറ്റിൽ RBI തിരിച്ച് കാശ് കൊടുക്കുമ്പോൾ ഈ റേറ്റിൽ കാശ് കൊടുക്കും. ഓക്കെ, ഇപ്പോൾ ഈ RBIയിൽ ഈ സൂക്ഷിക്കുന്നതിനുള്ള റേറ്റാണ് റിവേഴ്സ് റെപ്പോ റേറ്റ്. നെക്സ്റ്റ് ഇസ് ബാങ്ക് റേറ്റ്. ബാങ്ക് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ മുമ്പ് പറഞ്ഞ കോൺസെപ്റ്റ് തന്നെയാണ്. അപ്പോൾ ബാങ്കിന് ഫണ്ട് ആവശ്യം വന്നു. അപ്പോൾ ബാങ്ക് എന്ത് ചെയ്യും? RBI എടുത്ത് പോകും. പക്ഷേ ഇവിടെ ലോങ് ടേം ഫണ്ടിനാണ് നമ്മൾ പോകുന്നത്. കുറേ നാളത്തേക്ക് എനിക്ക് ക്യാഷ് വേണം, ലോങ് ടേം ഫണ്ട്. അപ്പോൾ RBI എന്ത് പറയും? നിനക്ക് ഫണ്ട് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് RBI ഒരു റേറ്റ് ഫിക്സ് ചെയ്യും, ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ് ചെയ്യും. അതാണ് ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത്.
പക്ഷേ ഇവിടെ കൊളാട്രൽ എടുക്കത്തില്ല, ഇൻട്രസ്റ്റ് മാത്രം. ലോങ് ടേം ഫണ്ടിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റാണ് ബാങ്ക് റേറ്റ്. നെക്സ്റ്റ് വൺ മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി. അപ്പം മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി എന്ന് പറയുമ്പോഴേ നമുക്ക് മനസ്സിൽ വരേണ്ട കാര്യം ഇറ്റ്സ് ഫോർ ഷെഡ്യൂൾഡ് ബാങ്ക്. ഷെഡ്യൂൾഡ് ബാങ്കിന് വേണ്ടിയിട്ടാണ് മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി. മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി എമർജൻസി പർപ്പസിന് വേണ്ടിയിട്ട് ഓവർനൈറ്റ് ഫെസിലിറ്റിയാണ് മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി. ഇവിടെ എന്ത് വേണം? ഗവൺമെൻറ് സെക്യൂരിറ്റീസ് വെച്ചിട്ട് RBI ബാങ്കിന് ക്യാഷ് കൊടുക്കും അറ്റ് MSF റേറ്റ്. ഇത് ഏത് ബാങ്കിനാണ്? ഷെഡ്യൂൾഡ് ബാങ്കിന്. നെക്സ്റ്റ് ഇസ് ക്യാഷ് റിസർവ് റേഷ്യോ അഥവാ CRR. പേര് സൂചിപ്പിക്കുന്നത് തന്നെ ഇറ്റ്സ് എ റിസർവ്. ഇതൊരു റിസർവാണ് നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നത്. ഇപ്പോൾ നമ്മുടെ വീട്ടിലെ കാര്യം തന്നെ എടുക്കാം. വീട്ടിന് ഒരു ഇൻകം കാണും. ഇൻകം എന്ന് പറയുന്നത് ആ ഇൻകത്തിൽ എക്സ്പെൻഡിച്ചറും ഉണ്ട്, സേവിങ്സും ഉണ്ട് അല്ലേ. അപ്പം എപ്പോഴും നമുക്ക് ഈ ഇൻകം ഇപ്പോൾ ഒരു 100 രൂപയാണെങ്കിൽ നമുക്ക് 40 എക്സ്പെൻഡിച്ചറും 60 സേവിങ്സും ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഫിനാൻഷ്യലി സ്റ്റേബിളാണ്. ഇപ്പോൾ നമുക്ക് 100ൽ ഇപ്പോൾ ഒരു 100 രൂപ നമുക്ക് ഇൻകം ഉണ്ടെങ്കിൽ ഈ 100 രൂപയും നമ്മൾ എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ നമ്മൾ ഫിനാൻഷ്യലി സ്ട്രോങ് അല്ല. അപ്പോൾ നമുക്ക് എപ്പോഴും ഒരു സേവിങ്സ്, അറ്റ്ലീസ്റ്റ് എക്സ്പെൻഡിച്ചർ ഈക്വൽ ടു സേവിങ്സ് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിലെങ്കിലും നമ്മുടെ കയ്യിൽ എപ്പോഴും ക്യാഷ് സേവ് ആയിട്ടിരിക്കണം. എങ്കിൽ മാത്രമേ ഒരു എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഫിനാൻഷ്യലി ഒരു ക്രൈസിസ് ആയിട്ടിരിക്കുമ്പോൾ വിഷമിക്കേണ്ട, നമ്മുടെ കയ്യിൽ ഒരു സേവിങ്സ് ഉണ്ട്, ആ സേവിങ്സ് എടുത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതൊരു ബാക്കപ്പായിട്ട് നമുക്ക് സൂക്ഷിക്കുന്ന ഒരു മണി എപ്പോഴും എല്ലാവരുടെ വീട്ടിലും വീട്ടിൽ കാണുമെന്ന് വിശ്വസിക്കണം. അപ്പോൾ അതുപോലെ ബാങ്കിന് എന്താണ്, ഒരു സിറ്റുവേഷനിൽ ഒരു ക്രൈസിസ് വരുവാണെങ്കിൽ അവർക്ക് അന്നേരം ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ സൂക്ഷിക്കുന്ന ഒരു സെറ്റ് ഓഫ് മണിയാണ് ക്യാഷ് റിസർവ്. അവരുടെ ക്യാഷ് റിസർവാണത്. അപ്പോൾ അതിന് ഒരു പെർസെൻറ്റേജ് പറയുന്നത് ആരാണ്? RBI ആണ് പറയുന്നത്. അപ്പം ക്യാഷ് റിസർവ് റേഷ്യോ പറ്റി പറയുമ്പോൾ നമ്മൾ പറയേണ്ട ഒരു വാക്കാണ് NDTL. NDTL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ് ഡിമാൻഡ് ടൈം ലയബിലിറ്റി. ഇത് രണ്ട് ടൈം ലയബിലിറ്റിയുടെയും ഡിമാൻഡ് ലയബിലിറ്റിയുടെയും ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ ടൈം ലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പീരീഡ് ഓഫ് ടൈമിന് സം ക്യാഷ് ബാങ്കിൽ നമ്മൾ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്ത് വയ്ക്കുന്നത്. അത് FD ആകാം, റെക്കറിംഗ് ഡെപ്പോസിറ്റ് ആവാം, ക്യാഷ് സർട്ടിഫിക്കറ്റ് ആവാം, എന്തെങ്കിലും ആവാം. ഒരു പീരീഡ് ഓഫ് ടൈമിൽ നമ്മൾ ഒരു ഡെപ്പോസിറ്റ് ചെയ്യുന്ന ക്യാഷിനെയാണ് ടൈം ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ ഡിമാൻഡ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേവിങ്സ് അക്കൗണ്ട്, കറണ്ട് അക്കൗണ്ട്, ഇതൊക്കെ ഡിമാൻഡ് ഡെപ്പോസിറ്റ്സാണ്. കാരണം ഇപ്പോൾ നമ്മളൊരു പോയിൻ്റ് ഓഫ് സെയിലിൽ പോയിട്ട് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓൺ ദ സ്പോട്ട് നമുക്ക് ക്യാഷ് കിട്ടും അല്ലേ, ക്യാഷ് നമുക്ക് ബിൽ പേ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുപോലൊരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഒരു ATM കാർഡിൽ പോയി നമ്മൾ ATM കാർഡ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ക്യാഷ് കിട്ടും. അപ്പോൾ നമ്മൾ എപ്പോൾ ഡിമാൻഡ് ചെയ്യുന്ന ക്യാഷ് ബാങ്ക് തരണം. അപ്പോൾ അതാണ് ഡിമാൻഡ് ലയബിലിറ്റി. അപ്പം നമ്മൾ വിചാരിക്കും നമ്മൾ കൊണ്ടുവന്ന് ബാങ്കിലിടുന്ന ക്യാഷ് നമുക്ക് എന്താണ്, നമുക്കത് അസറ്റാണ്. നമുക്ക് ലയബിലിറ്റി എന്താണ്? നമ്മളെടുക്കുന്ന ലോണാണ്. പക്ഷേ ബാങ്കിന് ലയബിലിറ്റി, നമ്മുടെ ഡെപ്പോസിറ്റ് ബാങ്കിന് ലയബിലിറ്റിയും ബാങ്കിൻ്റെ അസറ്റ് ബാങ്കിന് ലോണുമാണ്. ഓക്കെ. അപ്പോൾ ഡെയിലി ഈവനിങ് ഇവർ NDTL കാൽക്കുലേറ്റ് ചെയ്യണം ആ ഒരു ബാങ്ക്. ഇപ്പോൾ ഇന്നത്തെ എൻ്റെ NDTL 100 rupees ആണെങ്കിൽ അപ്പോൾ ഇതിൻ്റെ ഈ NDTLൻ്റെ ഒരു പോർഷൻ നമ്മൾ RBIയിൽ സൂക്ഷിക്കണം. അതിൻ്റെ മിനിമം പെർസെൻറ്റേജ് എത്ര? മിനിമം 3%, മാക്സിമം 20%. അപ്പോൾ 3% ആണെങ്കിൽ 3 rupees നമ്മൾ എവിടെ കൊണ്ട് സൂക്ഷിച്ച് വെക്കണം? RBIയിൽ സൂക്ഷിച്ച് വെക്കണം. ഇപ്പോൾ ഈ RBI ഈ CRR റേറ്റ് ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ, ഇപ്പോൾ ഒരു 20% ആക്കുവാണെങ്കിൽ എന്താവും? 20 rupees നമ്മൾ RBIയിൽ കൊണ്ടുവന്ന് സേവ് ചെയ്ത് വെക്കണം. ആ സിറ്റുവേഷനിൽ ബാങ്കിൻ്റെ ബിസിനസ് എന്ന് പറഞ്ഞാൽ ലോൺ കൊടുക്കുന്ന ആക്ടിവിറ്റീസൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാരണം CRR കൂടുതലാണ്. CRR കൂടുന്നതെന്ന് പറയുമ്പോൾ ബാങ്കിന് കുറച്ച് ക്യാഷേ ഉള്ളൂ റൊട്ടേറ്റ് ചെയ്യാൻ. അപ്പോൾ ബാങ്ക് ലോൺ കൊടുക്കുന്നത് കുറയ്ക്കും. അതുകൊണ്ട് നമുക്ക് ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ. എത്രയേ ഉള്ളൂ CRRനെ കുറിച്ച്. നെക്സ്റ്റ് ഇസ് SLR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. ഇപ്പോൾ CRR പറഞ്ഞ പോലെ തന്നെയാണ് SLR. ഇപ്പോൾ NDTLൻ്റെ എഗെയിൻ ഒരു പോർഷൻ നമ്മൾ എവിടെ വയ്ക്കണം? ഒരു പോർഷൻ
ഓൺ ബാങ്കിൽ സൂക്ഷിക്കണം. അത് എങ്ങനെ സൂക്ഷിക്കണം? ലിക്വിഡ് അസറ്റ്സ് ആയിട്ട് സൂക്ഷിക്കണം. ലിക്വിഡ് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളെയാണ് ലിക്വിഡ് അസറ്റ്സ് എന്ന് പറയുക. അത് ഗോൾഡ് ആകാം, ഗവൺമെൻറ് സെക്യൂരിറ്റീസ്, അങ്ങനെയുള്ള തിങ്സിനെയാണ് നമ്മൾ ലിക്വിഡ് അസറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ CRRനും SLRനും എന്താ ഡിഫറൻസ്? CRR നമ്മൾ RBIയിൽ CRR നമ്മൾ RBIയിൽ സൂക്ഷിക്കുന്നു. SLR നമ്മൾ ഓൺ ബാങ്കിൽ സൂക്ഷിക്കുന്നു. പിന്നെ ഒരു കാര്യം, ഈ CRRന് ഇൻട്രസ്റ്റ് ഇല്ല. RBI നമ്മൾ കൊണ്ടുപോയി സൂക്ഷിക്കുന്ന ആ CRRന് ഇൻട്രസ്റ്റ് തരില്ല. ഓക്കെ, അപ്പോൾ ഇതേ ഉള്ളൂ CRR ആൻഡ് SLR. നെക്സ്റ്റ് ഈസ് ക്വാളിറ്റേറ്റീവ് ടൂൾസിൽ 3 എണ്ണം ഉണ്ട്. ഡയറക്റ്റ് ആക്ഷൻ, മാർജിൻ റിക്വയർമെൻറ്റ്, മോറൽ സുഷൻ. 3 എണ്ണമെന്ന് ഞാൻ പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ 3 നമുക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ അത്ര വലിയ ഇമ്പോർട്ടൻസ് ഇല്ലാത്തതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 എണ്ണം ഞാൻ എടുത്തതേ ഉള്ളൂ. ഡയറക്റ്റ് ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ RBI നമ്മളുടെ എക്കണോമി ഇങ്ങനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷനിൽ പെട്ടെന്ന് ഒരു എക്കണോമി ഫ്ലക്ച്വേഷൻ ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ RBI ബാങ്ക്സിന് ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കും, സർട്ടൻ ഗൈഡ് ലൈൻസ് കൊടുക്കും. എന്താണ് നിങ്ങൾ ഗൈഡ് ലൈൻസ് എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് ഗൈഡ് ലൈൻസ് കൊടുക്കും. ഇപ്പോൾ ഏതെങ്കിലും ഒരു ബാങ്ക് അത് വയലേറ്റ് ചെയ്താൽ RBI ബാങ്കിന് പെനാൽറ്റി കൊടുക്കും. നെക്സ്റ്റ് ഈസ് മാർജിനൽ റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു ലോൺ എടുക്കാൻ ബാങ്കിൽ ചെല്ലുന്ന സമയത്ത് നമുക്ക് എത്ര രൂപ ലോൺ തരണം എന്ന് ഡിസൈഡ് ചെയ്യുന്നത് ആ ബാങ്കും RBI ആണ്. അതിൻ്റെ മാർജിൻ ഫിക്സ് ചെയ്യുന്നത് RBI ആയിരിക്കും. അപ്പോൾ നമ്മളൊരു 100 രൂപയ്ക്ക് ലോൺ എടുക്കാൻ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് 50 രൂപയാണ് അവർ ലോൺ തരുള്ളൂ. പക്ഷേ നമ്മൾ 100 രൂപയുടെ കൊളാറ്ററൽ സബ്മിറ്റ് ചെയ്യണം. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ കസ്റ്റമേഴ്സ് പോയി ലോൺ എടുക്കില്ല. അതുവേ 100 റുപ്പീസിന് ലോൺ എടുക്കാൻ ചെല്ലുമ്പോൾ 80 റുപ്പീസ് ഒരു ലോൺ തരുവാണെങ്കിൽ, അല്ലെങ്കിൽ 85 റുപ്പീസ് ഒരു ലോൺ തരുവാണെങ്കിൽ നമ്മൾ ഒബ്വിയസ് ആയിട്ട് ലോൺ നമ്മൾ എടുക്കും അല്ലേ. ഈ മാർജിൻ ഫിക്സ് ചെയ്യുന്നത് നമ്മൾ കസ്റ്റമേഴ്സ് ലോൺ എടുക്കണോ വേണ്ടയോ, അല്ലെങ്കിൽ ആ മണി സപ്ലൈ എങ്ങനെ നിൽക്കണം, അതിനനുസരിച്ച് RBI ആണ് ഡിസൈഡ് ചെയ്യുന്നത് ആ മാർജിൻ കുറയ്ക്കണോ കൂട്ടണോ എന്ന്. നെക്സ്റ്റ് മോറൽ സുവേഷൻ. ഇതും ഡയറക്റ്റ് ആക്ഷൻ പോലെ തന്നെ ഓരോരോ ബാങ്ക്സ് എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ടെന്ന് ഡിസൈഡ് ചെയ്യുന്നത് RBI ആണ്. അപ്പോൾ RBI കൊടുക്കുന്ന അഡ്വൈസസ്, ബാങ്ക്സിന് RBI കൊടുക്കുന്ന അഡ്വൈസസിനെയാണ് നമ്മളിത് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലും സജഷൻസ് ഇല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.